വാ പോവാ. എങ്ങോട്ട്? എന്താ കാര്യം? നീ എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? അപ്പം രാവിലെ പറഞ്ഞതൊക്കെ മറന്നാ? ഓ അതോ, അത് ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ശരിയാവില്ലെന്ന് തോന്നി. ഞാൻ അപ്പം തന്നെ നിന്നെ വിളിച്ചതാണ്, നീ എടുത്തില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു വിളിച്ചല്ലോ, അപ്പം എന്താ പറഞ്ഞില്ല? നീ ഇനി പറയാൻ സമ്മതിച്ചോ? തുള്ളി ചാടിക്കൊണ്ട് അപ്പം തന്നെ കാണണം വാന്ന് പറഞ്ഞില്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു നേരിട്ട് പറയാം. എടാ, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാണ്. ആ ഇതാണ് തമാശ? ഞാനിപ്പോൾ ചങ്ക് പൊട്ടിച്ചെത്തിരുന്നെങ്കിലോ? ഉള്ളൊരു തമാശ. നീ ഇപ്പം എന്തിനെന്നെ അടിച്ചേ? നീ ഇപ്പം എന്തിനെന്നെ അടിച്ചേന്ന്? അത് പെട്ടെന്ന് എൻ്റെ ദേഹത്തോടണമെങ്കിൽ എൻ്റെ അനുവാദം വേണം, മനസ്സിലായോ? തുറന്നോ? അടച്ചിട്ടില്ല. എന്താ? എടാ, ഞാൻ അറിയാണ്ട് ക്ഷമിക്ക് പ്ലീസ്. എനിക്ക് വേദനിച്ചപ്പോൾ റിയാക്ട് ചെയ്തതാണ്. ഞാൻ അറിയാതെ ചെയ്തതാണ്. നീ ഉണ്ടാവില്ല. നീ എനിക്ക് ഹലോ, നീ ഒന്ന് ഉള്ളിലോട്ട് വാ. നീ എന്താ കുടുംബസമേതാണോ വന്നേക്കണേ? അല്ല, അനിയത്തിയാണ്. ഓ, ഇനിയിപ്പോൾ അതിൻ്റെ കുറവോടുള്ള ഉണ്ടായിരുന്നേ. എന്തിനാ എന്നെ തല്ലിക്കാൻ കൊണ്ടെന്നാണോ? അല്ല. പിന്നെ എന്താ ചേച്ചി? എടി ഒന്ന് പറയ്. നീ എല്ലാം ഒക്കെ ശരിയാക്കി തരാന്ന് പറഞ്ഞ്. എന്താ രണ്ടുപേരും ഒന്ന് പെറുപിറക്കണേ? എടാ, ഞാൻ പറയണമെന്ന് നീ മനസ്സിലാക്ക്. അയച്ചാ അണ്ണ, നീയേ എന്തൊക്കെ ആയിരുന്നു വെച്ചാൽ പറഞ്ഞിട്ട് പോ. അവൻ വന്ന വെറുതെ അലമ്പാവും. എനിക്ക് പിന്നെ എന്നോട് സംസാരിക്കാനും താല്പര്യമില്ല. എന്താടി, എന്താ കാര്യം? അവൾക്ക് ശുപാർശയ്ക്ക് വന്നാണോ? ചേട്ടാ, അത് അവൾ അറിയാതെ. എല്ലാരും ഉണ്ടല്ലോ, എന്ത് സംഭവം? ഒന്നുമില്ല ചേട്ടാ, ചേട്ടൻ ഒന്ന് പോ. അത് ശരി, അപ്പൊ എനിക്ക് മൂത്രയിക്കണ്ടേ? എന്നാ ഒഴിച്ചിട്ട് പോ. ഓക്കേ. ഇതിപ്പോൾ ലാൻഡ് ചെയ്തു. ഇന്ന് പുലർച്ചെ എത്തുള്ളൂ. നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് പോ. ഒരു കാര്യം, നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ചേച്ചി, ഇത് കുറേ നേരമായാലോ, എന്താ പ്രശ്നം? നിങ്ങൾ ഏട്ടനോട് പറയാ, ഏട്ടാ ശരിയാക്കി തരില്ലേ? ചേട്ടാ, ഒന്ന് വെറുപ്പിക്കാതെ പോ പ്ലീസ്. എന്താ ഞാൻ ശരിയാക്കില്ലേ? ചേട്ടാ പ്ലീസ്, പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാനാണോ പ്രശ്നം ഉണ്ടാക്കി? നീയല്ലേ. ഞാൻ സഹായിക്കാനല്ലേ വന്നേ. എവിടെ നിന്ന്? ടോയ്ലറ്റിന്നാ? മക്കളെ ഏട്ടനോട് പറ, ഏട്ടൻ സോൾവ് ആക്കി തരാം. ചേട്ടനോട് പോവാനാ പറഞ്ഞേ. പറഞ്ഞാ പോരെ, ചൂടാവുന്നേ.
ടാറ്റാ. നിനക്ക് എന്തെങ്കിലും പറയാണ്ട ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ. ചേട്ടാ ചേച്ചിക്ക് ചെറിയ BP, രാവിലെ മരുന്ന് കുടിക്കാതാണ് വന്നത്. അനു, നീ അങ്ങോട്ട് ചെല്ല്, അല്ലെങ്കിൽ ആ പ്രാന്ത് നിർത്തില്ലേ. അതല്ല പറയാൻ വന്നത്. ആ എനിക്ക് മനസ്സിലായി, നീ പൊക്കോ, കുഴപ്പമില്ല. ഉം. എടി നീ എന്നെ അടിച്ചതല്ലെങ്കിൽ പ്രശ്നം. ഞാൻ എന്ത് തെറ്റിയതട്ടെ നീ എന്നെ അടിച്ചേ? നീ അല്ലേ തെറ്റിയത്? എടാ ഞാൻ പറഞ്ഞല്ലേ, പെട്ടെന്ന് അറിയാണ്ട് ചെയ്തതാണ്. തെറ്റെൻ്റെ ഭാഗത്താണ്. പക്ഷേ നീ ഇത്ര സീരിയസ് ആയി എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടി നിനക്കറിയോ, എൻ്റെ ലൈഫിൽ ഞാൻ അത്രയും സന്തോഷിച്ചിട്ടില്ല. സന്തോഷത്തോടെ പോക്കറ്റിൽ ഡയറി മിൽക്ക് ഇട്ടോണ്ട ഞാൻ വന്ന്. എന്നിട്ട് നീ വന്ന് പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായി. എടാ ക്ഷമിക്കടാ പ്ലീസ്. തേങ്ങ. എന്തേലും ചെയ്, നീ ഇപ്പൊ പോ, ഞാൻ വിളിക്കാം. இந்த மீனம்மையும் மனுவும் தம்மிலே லவ். உனக்கு இந்த விஷயத்தை தெரியுமா? ആ தெரியும். എന്തിനാ ചേട്ടാ തമിഴ് പറഞ്ഞ് കഷ്ടപ്പെടുന്നത്? മലയാളത്തിൽ പറഞ്ഞാൽ പോരെ? அது எனக்கு தமிழ் ரொம்ப பிடிக்கும். ஆனால் நீங்கள் சென்னையிலே உங்களுக்கும் பிடிக்கணுமല്ലോ, എന്താ பிடிக்காது? ആ എനക്കും പിടിക്കും. ചേട്ടാ ഞാൻ പോട്ടെ. ஆனால் இல்லைம்மா, மீனம்மா வரட்டே. ஆனால் நீங்கள் சென்னையில் என்ன படிச்சுட்டு இருக்கேன்? ഞാൻ ഉங்ககிட்ட ഒരു വാട്ടേ சொன்னாலே ചെന്നൈയിൽ കഥകളി പഠിച്ചിട്ട് ഇരിക്കുകയെന്ന്. ഓ, നിങ്ങൾ നന്നായി തമിഴ് പേசுறേ. ആ എൻ്റെ തമിഴിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പം. അല്ല എന്താ ഇവിടെ പരിപാടി? കുറേ നേരം ആയല്ലോ, സെറ്റായോ? അയ്യേ എനിക്കൊന്നും വേണ്ടതിന്. അയ്യോ ചേട്ടാ ഞാൻ വെറുതെ പറഞ്ഞതാണേ. അപ്പം എന്നോട് ലവ് എടുക്കാ? പിന്നെ വാനു, love. പോവാം. ചേച്ചി ഒരു മിനിറ്റ്. ചേട്ടാ ആ താടി മീശൊക്കെ ഒന്ന് വെട്ടിക്കൂടെ? എന്താ അടിക്കും വിശക്കുന്നു? ഒന്നുമില്ല, പിന്നെ തുറന്നു. വെറുതെ. ചേച്ചി വന്ന് നമുക്ക് പോവാം. ചേച്ചി ചേട്ടാ നമ്പർ ഒന്ന് തരൂ. 6282 44 44 52. ഓക്കെ ഏട്ടാ ബൈ. ഓക്കെ അമ്മ. മീനമ്മ ബായ്. എന്താ ചേച്ചി സോൾവ് ആയോ? ആ കുഴപ്പമില്ല, വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് இந்த താടിക്ക് പ്രശ്നം? ഡേയ്, ഞാൻ ഇവൻ്റെ നമ്പർ ഒന്നാളേ. അവളല്ല ചേട്ടൻ്റെ ഇപ്പൊ നമ്പർ മേടിച്ച് പോയത്. എടാ, എൻ്റെ നിന്ന് മേടിച്ച് പോയതല്ലേ, എൻ്റെ നിന്ന് മേടിച്ച് പോയ അവളുടെ നമ്പർ ഇട്ടു. എന്ത് മണ്ടനാടാ ഞാൻ. ചേട്ടനൊന്നും പൊയ്ക്കേ, അതിൻ്റെ ഇട കൂടെ മുട്ടായി ഉണ്ടാക്കാൻ വന്നേക്കണേ. ചേട്ടൻ പറഞ്ഞില്ല, അത് പോരെ. അതുപോലെ എനിക്ക് രണ്ടെണ്ണം വേണം. നോക്കിയിരുന്നോ, ഇപ്പൊ കിട്ടും. അവളേ കലയെ സ്നേഹിക്കുന്ന കുട്ടിയാ. ചേട്ടനെ പോലുള്ള മണവണ്ണാഞ്ചന്മാരൊന്നും അവള് സ്വീകരിക്കില്ല. പിന്നെ ഇതിലും വലിയ കൊമ്പത്തിരിക്കണ കുട്ടികളെ വേണ്ട. ഈ കയ്യിലിട്ട ഓക്കെ, കയ്യിലിട്ട അമ്മാനെ മാടിയവനാണ് ഈ രമണൻ. ചേട്ടൻ തല കുത്തി മറിഞ്ഞാലും അവളെ അമ്മാനടം കിട്ടില്ലേ? ഉറപ്പാണോ? ആ ഉറപ്പ്. എന്നാ നീ നോക്കിക്കോ, ഇന്നേക്ക് 10 ദിവസത്തിനുള്ളിൽ സുബ്ബലക്ഷ്മിയുടെയും ശ്രീധരൻ്റെയും മകളായ അനന്തകുമാരിയെ ഈ രമണൻ വളച്ചിരിക്കും. ഇത് രമണൻ്റെ വാക്കാ. രമണനോടാ കളി. ആ നോക്കാം. 10 ദിവസം കൊണ്ട് വളഞ്ഞില്ലെങ്കിൽ ചേട്ടൻ എന്താ തരാ? എൻ്റെ ബൈക്ക് നീ എടുത്തോ. ഉറപ്പാണോ? ഉറപ്പ്. പക്ഷേ ഒരു കണ്ടീഷൻ. എന്താ? നിൻ്റെ പാട്ട വണ്ടി എനിക്ക് തരണം. ആ ശരി.